SFI പ്രതിഷേധങ്ങളെ വെല്ലുവിളിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എത്തിയതോടെ കനത്ത സുരക്ഷയിലാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. സർവകലാശാലയ്ക്ക് അകത്തും പുറത്തുമായി 200ഓളം പോലീസുകാരാണ് ഇപ്പോൾ സുരക്ഷയ്ക്കായി വിന്യസിച്ചിരിക്കുന്നത്. ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുമായി അരുൺ പാറക്കിൽ ചേരുന്നുണ്ട്. അരുൺ, നിലവിൽ കനത്ത സുരക്ഷ തന്നെ ഒരുക്കിയിട്ടുണ്ട് യൂണിവേഴ്സിറ്റിയിൽ. ഇന്നിപ്പോൾ പ്രതിഷേധം കടുപ്പിക്കാൻ SFIയും തീരുമാനിക്കുന്നു. ഇന്ന് എന്തൊക്കെയാണ് ഗവർണറുടെ ഈ ജില്ലയിലെ പരിപാടികൾ? പ്രജിൻ, സർവകലാശാലയ്ക്കകത്തും പുറത്തുമായി കനത്ത സുരക്ഷ ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. മലപ്പുറം SP എസ് ശശിധരൻ ഇന്നലെ രാത്രി മുതൽ ഗവർണർ താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിൽ തന്നെയുണ്ട്. SP നേരിട്ട് ഈ സുരക്ഷ വിലയിരുത്തുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, 2 DYSPമാരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്. സർവകലാശാലയ്ക്കകത്തും പുറത്തുമായി ഏകദേശം 200-ലധികം പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും അകത്തേക്ക് പ്രതിഷേധക്കാർ കടക്കാതിരിക്കാനുള്ള എല്ലാവിധ മുൻകരുതലുകളും പോലീസ് സ്വീകരിച്ചിരിക്കുന്നു. ഈ സർവകലാശാലയ്ക്കകത്തെ ഗസ്റ്റ് ഹൗസിനോട് ചേർന്ന് തന്നെ തൊട്ടുപുറകിലാണ് ആൺകുട്ടികളുടെ ഹോസ്റ്റലുള്ളത്. ഈ ഹോസ്റ്റലിൽ SFIക്കാർ തമ്പടിക്കാതിരിക്കാനുള്ള എല്ലാവിധത്തിലുള്ള മുൻകരുതലുകളും പോലീസ് നേരത്തെ തന്നെ സ്വീകരിച്ചിരുന്നു. SP തന്നെ നേരിട്ട് ഈ കാര്യങ്ങളൊക്കെ തന്നെ സന്ദർശിച്ച് തന്നെ വിലയിരുത്തിയിരുന്നു. എന്തായാലും ഗവർണർ ഇന്ന് 11 മണിയോടുകൂടി സർവകലാശാലയ്ക്ക് പുറത്തിറങ്ങും, ഗസ്റ്റ് ഹൗസിന് പുറത്തിറങ്ങും. തുടർന്ന് ഒരു സ്വകാര്യ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി കോഴിക്കോട്ടേക്ക് പോകും. കോഴിക്കോട് ട്രേഡ് സെന്ററിലാണ് ഈ ഒരു വിവാഹ ചടങ്ങുള്ളത്. അവിടേക്ക് പോകും. ആ സമയത്ത് SFIക്കാർ റോഡിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രതിഷേധം ഉയർത്താനുള്ള കരിങ്കൊടി പ്രതിഷേധം പോലുള്ള പ്രതിഷേധം ഉണ്ടാവാനുള്ള സാധ്യത കണക്കിലെടുത്ത് പോലീസ് വലിയ സുരക്ഷാ സന്നാഹം ആ ഭാഗങ്ങളിലുമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ശക്തമായ പ്രതിഷേധം ഇന്നും ഉണ്ടാവും എന്നൊരു കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല. SFIയുടെ മലപ്പുറം, കോഴിക്കോട് ജില്ലാ കമ്മിറ്റികൾ കേന്ദ്രീകരിച്ചാണ്, അവരുടെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധങ്ങളൊക്കെ തന്നെ നടത്തുന്നത്. അതിനുള്ള തയ്യാറെടുപ്പുകളാണ് സംസ്ഥാന നേതൃത്വം കൈക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും റോഡുകളിൽ ഈ സർവകലാശാലയിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള റോട്ടിൽ ആ ദേശീയപാതയിൽ, തൃശ്ശൂർ കോഴിക്കോട് ദേശീയപാതയിൽ ശക്തമായ പ്രതിഷേധം ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കരിങ്കൊടി പ്രതിഷേധം പോലുള്ള കാര്യങ്ങളിലേക്ക് കടക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സമയം ഗവർണർ കാറിൽ നിന്ന് പുറത്തിറങ്ങി SFIക്കാരെ നേരിടാൻ തയ്യാറാകുമോ എന്നുള്ളതാണ്. ഗവർണർ പറഞ്ഞിരിക്കുന്നത് ഞാൻ അത്തരത്തിലുള്ള നിലപാടിലേക്ക് പോകുമെന്നുള്ളതാണ്. എന്തായാലും ഗവർണർ ഒരു പരിഹാസ രൂപേണയാണ് ഈ സമരക്കാരെ നേരിടുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രജിൻ, ശരി. അരുൺ പാറക്കിലാണ് വിശദാംശങ്ങൾ നൽകിയത് മലപ്പുറത്ത് നിന്നും. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.